സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ എ.കെ. ആന്റണിയെ പിന്തുണച്ച് CPI നേതാവ് സി ദിവാകരൻ. എ.കെ. ആന്റണിയുടെ പ്രസംഗം കേരളം ഏറ്റെടുക്കണമെന്നും സി ദിവാകരൻ പറഞ്ഞു. ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഗൗരവമായി ഇടപെടണം. പാർട്ടിക്ക് അപ്പുറം ലോകമുണ്ട് എന്ന ചിന്ത കുറയുന്നു. VS കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും ബഹുമാനമുള്ള നേതാവാണ് ആന്റണിയെന്നും അദ്ദേഹം ജി കാർത്തികേയൻ അനുസ്മരണ യോഗത്തിൽ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ എ.കെ. ആന്റണിയുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. കാർത്തികേയനെ പോലെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരാളിൻ്റെ വേർപാടിൽ അദ്ദേഹം നടത്തിയ ആ ഓർമ്മകൾ, ആ പ്രസംഗം കാർത്തികേയന് വേണ്ടി കേരളം ഏറ്റെടുക്കേണ്ടതാണ്. വലിയ ഒരു സന്ദേശമാണ് സമകാലീന രാഷ്ട്രീയ സംഭവഗതികളുടെ അടിസ്ഥാനത്തിൽ. രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയ ആ പ്രഭാഷണം, അതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ കാർത്തികേയന് 3 ഘട്ടങ്ങളിലാണ് എനിക്ക് അനുഭവങ്ങളുള്ളത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരുപാട് അനുഭവങ്ങളുള്ളവരും ബന്ധമുള്ളവരാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുധാകരൻ്റെ നിയമസഭയിലെ സാന്നിധ്യം ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. കേരള നിയമസഭയിൽ സുധാകരൻ, തോമസ് മാസ്റ്റർ, എത്രയോ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ആ നിയമസഭ. പക്ഷെ അവരെല്ലാം പെട്ടെന്ന് പാർലമെൻറ്റാണെന്നൊക്കെ പറഞ്ഞ് പൊക്കളന്ന് വേണമായിരുന്നു. പിന്നീടാണ് മറ്റുള്ള ആളിലെല്ലാം വന്നത്. സ്പീക്കർ എന്നുള്ള നിലയിൽ എനിക്ക് കാർത്തികേയനുമായിട്ട് ഒരുപാട് കടപ്പാട്. അതേ സ്പീക്കറായിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തിലെ ഒരു MLA ആണ്. MLAക്ക് ചോദ്യോത്തരങ്ങളും പ്രസംഗിക്കാനുള്ള സമയമെല്ലാം അനുവദിക്കുന്നതിൽ സ്പീക്കർ വളരെ കർക്കശക്കാരനായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സഭയിൽ സംസാരിച്ചാൽ ഒന്നുകിൽ സ്പീക്കർ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. കാരണം ഈ സമയം ഇങ്ങനെ ഞാൻ ഒരുപാട് എടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ഒടുവിൽ എന്നോട് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ ദിവാകരന് ഒരുപാട് സമയം തരുന്നതായിട്ട് അവന്മാരെല്ലാം വലിയ ബഹളമാണ് കേട്ടോ, അടുത്ത തവണ എന്നെ കുഴപ്പിക്കരുത്. ഇല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷവും ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പാണ്, എൻ്റെ പൂർവികനാണ് അദ്ദേഹം സിവിൽ സപ്ലൈസിൻ്റെ വകുപ്പ് കൈകാര്യം. ആ കാലത്തെ ചില സംഭവങ്ങളെല്ലാം രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് വഴി തെളിയിക്കുകയുണ്ടായി. അതിൽ എന്നോട് തുറന്ന ഒരു ചർച്ച അദ്ദേഹം നടത്തി. ഞാനത് അനുസരിക്കുകയും ചെയ്തു. കാർത്തികേയൻ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിൻ്റെ സന്തതിയാണ്. ഈ തിരുവനന്തപുരമാണ് കാർത്തികേയനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് സഖാവ് അനിരുദ്ധൻ്റെ കൂടെ ഏറ്റുമുട്ടി ആദ്യമായി തിരുവനന്തപുരം നോർത്തിൽ കാർത്തികേയൻ ജനിക്കുന്നത് MLA ആയി. ഞങ്ങളെല്ലാം അന്ന് അമ്പരന്ന് പോയത്, എങ്ങനെ ഈ അന്യതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം വർക്കലയിലേക്ക്, പല ആര്യനാടിലേക്ക് പോയി, വർക്കല പോയി. ആര്യനാട് പലതവണ ജയിച്ചു. 2-3 തവണ ആര്യനാട് ജയിച്ചു. 3 തവണ, 5 തവണ ജയിച്ചു. 4 തവണ ജയിച്ചു. ഇന്നും കാർത്തികേയൻ ആര്യനായിട്ടുണ്ട്. നിങ്ങൾ പോയാൽ അറിയാം. മുക്കിലും മൂലയിലും ശബരിയല്ല ഉള്ളത്, ഇന്നും ഉള്ളത് കാർത്തികേയനാണ്. കാർത്തികേയനാണുള്ളത്. ശബരിയെ അവർ സ്വീകരിച്ചത് കാർത്തികേയൻ്റെ മകനായിട്ടാണ്, അല്ലാതെ ശബരിയുടെ പാരമ്പര്യം കൊണ്ടൊന്നുമല്ല. കാർത്തികേയനോടുള്ള അമിതമായ വാത്സല്യവും സ്നേഹവും വിശ്വാസവും ബഹുമാനവും അത് കൂടിക്കൂടി വന്നു ഓരോ തവണ ജയിക്കുമ്പോഴും. അതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാർത്തികേയൻ അവിടെ വെച്ചത്.
സ്ഥാനാർത്ഥികളെതിരായിട്ടൊക്കെ ഒരുപാട് സ്വാഭാവികമായിട്ട് പറയുന്ന പരാതികളൊക്കെ ഉണ്ടാവും. അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. മറ്റൊരു സവിശേഷത ഞാൻ കണ്ടത്, ഞാൻ മാറി നിന്നാണ്, നിങ്ങളെപ്പോലെ അല്ലല്ലോ, ഞാൻ കുറച്ച് അകലെ നിന്നാണല്ലോ കാർത്തികേയനെ കാണുന്നത്. അതേ ഈ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ആരെയും കണ്ട് ലിജു വായിക്കാൻ തോന്നണേ. ഏറ്റവും കൂടുതൽ സ്പീക്കറായിട്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ പുസ്തകം വെച്ചിട്ടുണ്ട് വായിക്കാൻ. ഇത്രയേറെ ഇന്ന് വായന ഒരു രാഷ്ട്രീയ രമേശ് വായിക്കും. രമേശ് എൻ്റെ തന്നെ പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. തിരിച്ചു തരില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുക്കില്ല. ഇപ്പോഴും ചോദിക്കുക, ഞാൻ പറയില്ല, തരില്ല. അത് ഈ വായനക്കാരുടെ ശീലമാണ്. പുസ്തകം വാങ്ങി വായിച്ചാൽ പിന്നെ തിരിച്ചു തരില്ല. കേട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അസാമാന്യമായ ഒരു ഗുണം അദ്ദേഹത്തിനുണ്ട്. പല തരത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ജീവിച്ച് കൊതി തീർന്നില്ല.